പറയുമ്പോഴാണ് രോഗത്തിന് മുൻപില് അവർക്ക് ഹല്ലേലൂയ പറയാൻ പറ്റും. തെറ്റിദ്ധാരണകളുടെ മുൻപില്, സഹനങ്ങളുടെ മുൻപില് അവർക്ക് ആമേൻ പറയാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, അൽഫോൻസാമ്മയുടെ തിരുനാള് വളരെ മനോഹരമായിട്ട് ഈ സ്ഥലത്ത് ആഘോഷിക്കുന്നത്. എന്തെങ്കിലും അൽഫോൻസാമ്മയുടെ മാതൃകയെ പിന്തുടർന്നുകൊണ്ട് ഈ നാട്ടിലെ മറ്റുള്ള ആളുകൾക്ക് മാതൃകയ്ക്ക് നാം കാരണപാത്രമാകണമെങ്കിൽ നമ്മുടെ പദ്ധതികളെ, തമ്പുരാന്റെ പദ്ധതികളെ ചേർത്ത് വയ്ക്കും. എന്റെ പദ്ധതികളുടെ സ്ഥാനത്ത്, എന്റെ സ്വപ്നത്തിന്റെ സ്ഥാനത്ത് ഈശോയുടെ സ്വപ്നം ഞാൻ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും അവിടെ ജീവിക്കാൻ പറ്റൂ. ഞാനല്ല പ്രവർത്തിക്കുന്നത്, എന്നിൽ ഈശോ പ്രവർത്തിക്കുന്നു. ഇപ്പൊ നമ്മുടെ സഭയില് അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയില് ഒന്നും ഈശോയ്ക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. ഈശോയുടെ കണക്കുകൂട്ടലുകളും ഈശോയുടെ സ്വപ്നങ്ങളും ഈശോയുടെ പദ്ധതികളും ഒന്നും നിറവേറുന്നില്ല. അവിടെ യേശുവിന്റെ പദ്ധതികളൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മുടെ പദ്ധതികളും നമ്മുടെ സ്വപ്നങ്ങളും. അതുകൊണ്ടാണ് പരാജയങ്ങൾ ഉണ്ടാകുന്നത്. വിജയം ഉണ്ടാകണമെങ്കിൽ എന്റെ ബുദ്ധിയുടെ സ്ഥാനത്ത് ദൈവത്തിന്റെ ബുദ്ധി വേണം. എന്റെ ചിന്തയുടെ സ്ഥാനത്ത് ദൈവത്തിന്റെ ചിന്തയ്ക്ക് ഞാൻ പ്രാധാന്യം കൊടുക്കണം. വിശുദ്ധ അൽഫോൻസാമ്മ യേശുവിന്റെ ചിന്തകളെ ഉൾക്കൊണ്ടുകൊണ്ട്, യേശുവിന്റെ ചിന്തയെ തന്റെ ചിന്തയാക്കി മാറ്റിയതുപോലെ യേശുവിന്റെ സ്വപ്നത്തിന് തന്റെ സ്വപ്നമാക്കി മാറ്റാനായിട്ട് തയ്യാറായതുപോലെ നമുക്ക് തയ്യാറാകണം. 3 വിധത്തിലുള്ള ഉപേക്ഷകൾ. എന്റെ ഉറ്റവരോട് ഉപേക്ഷിക്കാൻ എനിക്ക് കഴിയുന്നത് നല്ല ഒരു ജീവിതം ഉണ്ടാകും. അച്ഛന്മാർ മാത്രമല്ല ഉറ്റവരോട് ഉപേക്ഷിക്കുന്നത്. വിവാഹ ജീവിതത്തിൽ ഉറ്റവരെയും ഉടയവരെയും ഉപേക്ഷിക്കാനായെങ്കിൽ മാത്രമേ അവിടെ നമുക്ക് കുടുംബം പടുത്തുയർത്താൻ പറ്റൂ. വീണ്ടും എന്റെ സുഖം, എന്റെ ഇഷ്ടം മാറ്റിവെക്കാൻ തയ്യാറാകണം. ഒപ്പം എന്റെ സ്വപ്നം ഞാൻ മാറ്റിവെക്കാൻ തയ്യാറാകണം. യേശുവിന്റെ സ്വപ്നം എന്റെ ജീവിത പങ്കാളിയിലൂടെ, യേശുവിന്റെ സ്വപ്നം എന്റെ മാതാപിതാക്കളിലൂടെ, യേശുവിന്റെ സ്വപ്നം എന്റെ മക്കളിലൂടെ എനിക്ക് കണ്ടെത്താനായാണ് അതിലെ നല്ലൊരു കുടുംബം പടുത്തുയർത്താൻ പറ്റും. അതിന് സാധിക്കട്ടെ. വിശുദ്ധ അൽഫോൻസാമ്മ ഈ രൂപത്തിലോ ഈ തിരുശേഷിപ്പിലോ ആകാതെ ജീവിക്കുന്ന നമ്മളുടെ ഹൃദയങ്ങളിൽ പേരാൻ, ജീവിക്കുന്ന നമ്മളുടെ അധരങ്ങളിൽ ഉണ്ടാകാൻ, ജീവിക്കുന്ന നമ്മളുടെ കരങ്ങളിൽ ഉണ്ടാകാൻ, നമ്മളെ കാണുന്നവര് അൽഫോൻസാമ്മയുടെ ജീവിതം നമ്മളിലൂടെ ദർശിക്കാനായിട്ട് ഇടവരട്ടെ ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടെ